ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അർപ്പിക്കുന്ന നൈവേദ്യങ്ങളിൽ ഒന്നാണ് മണ്ടപ്പുറ്റ്. അരിയും ശർക്കരയും ചെറുപയറും തേങ്ങയും കൂടെ ചേർത്ത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ വിഭവം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് അരി തയ്യാറാക്കി എടുക്കാം. പച്ചരി 4 മുതൽ 6 മണിക്കൂർ വരെ നന്നായിട്ട് കുതിർത്ത് കഴുകി വെള്ളം വാലാനായിട്ട് ഒരു അരിപ്പയിൽ വയ്ക്കുക. അതൊരു കോട്ടൺ തുണിയിൽ ഇതുപോലെ നിരത്തി വെച്ച് ഒന്ന് ഉണക്കിയെടുക്കുക. അരി ഏകദേശം ഉണങ്ങി കിട്ടാറാവുമ്പം നമുക്ക് ചെറുപയർ ആദ്യം വറുത്തെടുക്കാം. 3/4 ഗ്ലാസ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. നല്ല പൊൻനിറമാകുന്നത് വരെ, നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ, നല്ല മണവും വരും. നന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കുക. ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറാവുമ്പം വറുത്ത് മാറ്റി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അരിയും നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി മിക്സിയിലിട്ട് അരിയും നമുക്ക് 3-4 ബാച്ചായിട്ട് പൊടിച്ചെടുക്കാം. ഈ മണ്ടപ്പുറ്റ് തയ്യാറാക്കാനായിട്ട് ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്, വറുത്ത അരിപ്പൊടി. കൂടുതൽ നമുക്ക് വറുത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതേ പൊടി വെച്ച് തന്നെ നമുക്ക് പുട്ടും തെരളിയപ്പവും ഒക്കെ തയ്യാറാക്കിയെടുക്കാം. നമുക്കിത് മാസങ്ങളോളം സ്റ്റോർ ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. അരിയും നല്ല തരിതരിപ്പായിട്ട് പൊടിച്ച് ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ആദ്യം അതിൽ വെള്ളമയമുള്ളത് കൊണ്ട് തവി കൊണ്ട് ഇളക്കാനായിട്ട് ശകലം ബുദ്ധിമുട്ട് വരും. എളുപ്പത്തിൽ നമുക്ക് ഇളക്കാൻ പറ്റത്തില്ല. അതിൽ ചൂട് തട്ടും തോറും അതിൽ നന്നായിട്ട് ഇതുപോലെ വറന്ന് കിട്ടുമ്പം നമുക്ക് എളുപ്പം ഇളക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഇതിൽ 3-4 രീതിയിൽ അരി വറന്നിട്ടുണ്ടോയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അരിയുടെ വറുത്ത മണം നന്നായിട്ട് വരും. ആ സമയത്ത് അതിൽ ചെറിയ ചെറിയ ഉണ്ടകൾ, അരിയുടെ ഉണ്ടകൾ ഇതുപോലെ നമുക്ക് കാണാനും പറ്റും. ഇല്ലെങ്കിൽ അതേ മാവ് കൊണ്ട് നമുക്കൊരു വര മുറിയാതെ വരയ്ക്കാനായിട്ട് പറ്റണം. ഈ രീതിയിൽ നമുക്ക് കാണുമ്പം അരി നന്നായിട്ട് വറന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. അരിയുടെ നിറവും ഒന്ന് ചെറുതായിട്ട് മാറാനും തുടങ്ങും. ഈ 4 ഇൻഡിക്കേഷനാണ് അരി നന്നായിട്ട് വറുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. വറുത്ത അരി നന്നായിട്ട് തണുത്തതിന് ശേഷം ആ ഉണ്ടകളൊന്ന് മാറിക്കിട്ടാനായിട്ട് മിക്സിയിലിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുത്താൽ മതി. ഉണ്ടകളെല്ലാം മാറി അരിപ്പൊടി നന്നായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതേ അരിപ്പൊടി വെച്ച് നമുക്ക് പുട്ടും തെരളിയപ്പവും മണ്ടപ്പുറ്റും തയ്യാറാക്കാം. ഈ പൊടി വറുത്ത് വയ്ക്കുകയാണെങ്കിൽ, കുപ്പിയിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ മാസങ്ങളോളം സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം. അരി പൊടിച്ചതിന് ശേഷം തണുക്കാൻ വെച്ചിരിക്കുന്ന ചെറുപയറും നമുക്ക് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. ഇനി മണ്ടപ്പുറ്റ് തയ്യാറാക്കാനായിട്ട് 2 ഗ്ലാസ് ചിരകിയ ശർക്കരയും 2 ഗ്ലാസ് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴഞ്ഞ് കിട്ടണം. അതേ നനവിൽ വേണം നമുക്ക് അരിയും ചെറുപയറിൻ്റെ പൊടി പൊടിച്ചതും കൂടെ കുഴയ്ക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നെയ്യ് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 2 ഗ്ലാസ് വറുത്ത അരിപ്പൊടിയും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന 3/4 ഗ്ലാസിൻ്റെ ചെറുപയർ വറുത്ത് പൊടിച്ച് ആ പൊടിയും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ശർക്കരയുടെയും തേങ്ങയുടെയും മയം കൊണ്ട് വേണം ഇതിൻ്റെ കൂട്ട് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടാനായിട്ട്. ഇനി എങ്ങാനും കുഴഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ ശകലം തേങ്ങാവെള്ളവും കൂടെ ചേർത്ത് കുഴച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് യോജിച്ച് കിട്ടും. ഇത് ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഉരുട്ടി ആവി കയറ്റി എടുക്കാം. ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ ഉരുട്ടി ഇഡ്ഡലി ചെമ്പിൻ്റെ അകത്ത് നമുക്ക് നന്നായിട്ട് ആവി വരുന്നവരെ വലിയ തീയിൽ വേവിക്കുക. അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു അരമണിക്കൂറോളം വേവിച്ചെടുക്കും. ഒന്ന് തണുത്തതിന് ശേഷം ഇഡ്ഡലി പ്ലേറ്റിൽ നിന്ന് നമുക്കത് മാറ്റുമ്പോൾ ഷേപ്പ് മാറാതെ പൊടിയാതെ നമുക്ക് കിട്ടും. ഇതുപോലെ മണ്ടപ്പുറ്റ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നൈവേദ്യമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അരിയും ചെറുപയറും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഈ വിഭവം 4 മണി പലഹാരമായിട്ടും നമുക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്.